അതിൻ്റെ അർത്ഥം ഞാനാ കൊന്നതെന്നാ? മൂപ്പര് മീൻ പിടിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോണതല്ലേ? അതിൻ്റെ അടുത്ത് പലതും സംഭവിച്ചൂടെ? അതൊന്നും എനിക്കറിയില്ല കുഞ്ഞുട്ടിയാക. ആൾക്കാർ പറയണതാണ് ഞാൻ പറയണത്. ശരിക്കെന്താ സംഭവിച്ചേ? എടാ, ഞാൻ ഇന്നലെ മൂപ്പര് മീൻ പിടിക്കാൻ പോകുമ്പോൾ മൂപ്പര് തോണി കയറി. എന്നിട്ട് മീൻ പിടിക്കാൻ ഞാനും കൂടി. മൂപ്പര് ആളൊരു ചൂടനാണെങ്കിലും ഞങ്ങൾ പല തമാശയും പറഞ്ഞ് ചിറിയും കളിയായിട്ടാണ് മീൻ പിടിച്ചത്. നല്ലോണം മീനും കിട്ടി. എനിക്ക് കുറേ മീൻ മൂപ്പര് തന്ന്. അത് കഴിഞ്ഞ് തോണി കരയെ കെട്ടി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാ പുരയൊക്കെ മടങ്ങിയത്. പിന്നെ എന്തർത്ഥത്തിലാണ് ഞാൻ മൂപ്പരെ കൊന്നെന്ന് പറയണത്? നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമായി. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കണ്ടേ? ജനങ്ങൾ പറയണത് മൂപ്പര അവസാനം കണ്ടത് നിങ്ങളെപ്പരാണെന്നാ. പടച്ച തമ്പുരാന്, കുഞ്ഞുട്ടിയാക്ക നിങ്ങൾ വിഷമിക്കണ്ട. ഒരു തെറ്റും ചെയ്യാത്ത ഞാനെങ്ങനെ ഇതിലൊക്കെ പോയി പെട്ടത്? ഹലോ, നിങ്ങളെ ഞങ്ങളിവിടെ കുന്നിന്റെ മുകളിൽ കുറ്റിക്കാട്ടിലാ. ആൾക്കാരെങ്കിലും കാണുന്ന സ്ഥലത്താണോ ഉള്ളത്? ഇല്ല, ആരും കാണൂല. അവിടെ തന്നെ നിന്നാ മതിട്ടാ. ഒരു നിലക്കും പുറത്തിറങ്ങരുത്. ശുക്കൂറേ, ഞാൻ കുഞ്ഞുട്ടിയുടെ അടുത്ത് ഫോൺ വാങ്ങിയ അത് സ്വിച്ച് ഓഫ് ആക്കിയടാ. ആയിക്കോട്ടെ, ശരി. നിങ്ങൾ ഈ പരിസരം വിട്ട് എങ്ങോട്ടും പോകരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇങ്ങോട്ട് തരും. എന്റെ ഫോൺ എന്തിനാ എനിക്ക്? പോലീസുകാർ ട്രേസ് ചെയ്ത് നിങ്ങളെ പിടിക്കാൻ വരൂലേ? ഫോൺ നിങ്ങളെ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൊക്കേഷൻ നോക്കി പോലീസുകാർ നിങ്ങളെ പൊക്കും. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ ഒളിവിൽ നിൽക്കേണ്ടി വരും. ഇപ്പം പോലീസിന് പിടിയെടുക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ പോലീസിന്റെ കയ്യിൽ പെട്ടാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റം താനെ സമ്മതിക്കേണ്ടി വരും. നിങ്ങളെ തടി കേടാവും ചെയ്യും, നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ മാനം പോവുകയും ചെയ്യും. പിന്നെ എത്ര കൊല്ലാണ് അകത്ത് കിടക്കുക എന്നുള്ളത് പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. അതിനൊക്കെ കേസിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ കൊണ്ടുവന്നിട്ട്. അധികം ആലോചിക്കാൻ സമയമല്ല. ആ ഫോൺ ഇങ്ങോട്ട് തരും. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളുണ്ട്. വെള്ളവും ഭക്ഷണവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ശുക്കൂറേ, ഇടക്ക് വരണട്ടോ. ഓ, ഞാൻ വരണ്ടേ. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി. റബ്ബേ, എന്തായി? കുഞ്ഞുട്ടിയാക്കാകെ പേടിച്ചിരിക്കാണ്. മുലോത്സവമൊക്കെ ഉണ്ട്. പാവണ്ടല്ലേ, ഈ ഓനെ സമാധാനിപ്പിച്ചിട്ടാ. ഞാൻ പരമാവധി സമാധാനിപ്പിച്ചു. ഇനി ഞാൻ പോവില്ല. നിങ്ങൾ ആരോ പോയിക്കോളി. ഞങ്ങൾ ആരും പോവില്ല, ഈ എന്നെ പോയാൽ മതി. അതല്ലേ അതന്നെ നല്ലത്. ഈ എന്നെ പോയാൽ മതി. കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. ഞങ്ങൾ പോയാലേ മൊത്തം പ്രശ്നമാവും. ഈ ഒരു കാര്യം ചെയ്യേ, ഈ ആറെ ചെന്നിട്ട് എൻ്റെ ഫോൺ എടുത്ത് കുഞ്ഞിൻ്റെ അയ്യൂർ വാട്സപ്പ് തുറന്ന് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് അവന് കേൾപ്പിച്ചു കൊടുക്കുക. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും വോയിസ് അതിൽ പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ആ വോയിസ് കേട്ടാൽ തന്നെ ഓൻ്റെ എല്ലാ വിഷമം തീരും. അത് വളരെ കറക്റ്റാ. ഇനി ഇവിടെ നിൽക്കണ്ട, വേറെ വിട്ടോ. ചെല്. പിന്നെ എൻ്റെ ബാക്കി കാര്യമായിട്ട് അവനെ സമാധാനിപ്പിച്ചാലുണ്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. അയ്യാ നല്ലോണം സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് കരിയാണോ വേണ്ടേ ചിരിക്കുകയാണോ വേണ്ടേ ഒരു പിടുത്തും കിട്ടില്ല. എന്തായി? എൻ്റെ വാട്സപ്പാ, ഇതൊന്ന് കേട്ടു നോക്കി. പ്രിയ സുഹൃത്തുക്കളെ, വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കുഞ്ഞുട്ടി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. കുഞ്ഞുട്ടിൻ്റെ നമ്പറിലേക്ക് ആരും വിളിക്കരുത്. നമ്മൾ അവനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എവിടെയെന്നൊന്നും ആരും അന്വേഷിക്കേണ്ട. തൽക്കാലം പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി മാറ്റി നിർത്തുക. സുഹൃത്തുക്കളെ, കുഞ്ഞുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ലെങ്കിലും സാഹചര്യ തെളിവുകളൊക്കെ അവനെതിരാ. പോലീസും കോടതിയൊക്കെ സാഹചര്യ തെളിവുകൾ അനുസരിച്ചാണല്ലോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യല്. ആ അടിസ്ഥാനത്തിൽ കുഞ്ഞുട്ടിക്ക് എന്ത് സംഭവിച്ചാലും നമ്മളൊക്കെ കൂടെ ഉണ്ടാവണം. എല്ലാവരുടെ വോയിസും ഞാൻ കേട്ടു. കുഞ്ഞുട്ടി നിരപരാധിയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ തന്നെ അറിയില്ലേ, നമ്മളെ മുന്നിൽ മാന്യന്മാരായി നടന്നില്ല ഇത്ര ആൾക്കാരിപ്പോൾ ബലാത്സംഗ കേസ്, കൊലപാതക കേസ്, അതുപോലെ തന്നെ പിന്നെ കഞ്ചാവ് കേസിലൊക്കെ പെട്ടിയായിട്ട് അകത്ത് കിടക്കല്ലേ. കുഞ്ഞുട്ടിനെ ഞാൻ സംശയം പറയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെയായിട്ട് അപ്പടി വിശ്വസിക്കണ്ടെന്ന് പറയാം.
ചെന്നൈമാരെ നിങ്ങളിട്ട വോയിസ് ഒക്കെ വേറെ കുഞ്ഞുട്ടി കേട്ടാണ്ടല്ലോ അവൻ പേടിച്ചു മരിച്ചു. എന്ത് തലയും വാലും ഇല്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞത്. എത്ര ഒളിച്ചിരുന്നാലും സംശയിക്കണ പ്രതിനെ പോലീസ് പൊക്കുന്നുള്ള ഉറപ്പല്ലേ? അഥവാ കുഞ്ഞുട്ടിനെ പൊക്കിയാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്ന പണിയാ നമ്മൾ നോക്കണ്ടേ. നമ്മുടെ നാട്ടില് എല്ലാരും കണ്ണിലുണ്ണിയാണ് നമ്മുടെ കുഞ്ഞുട്ടി. എങ്ങനെങ്കിലും അവനെ കഴിച്ചിലാക്കണം. എന്നാ കുറച്ച് വെള്ളം വേണം. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നുതരാം. ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫോൺ നിങ്ങൾ കൈ വെച്ചോളി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ആ. ഹലോ, എന്തായി? കുഞ്ഞുട്ടി, ഈ ബേജാറാകൊന്നും വേണ്ട. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. കുറച്ച് പ്രശ്നത്തിലേക്കാണ് നീങ്ങണത്. അഥവാ എന്നെ ചിലപ്പോൾ പോലീസ് പൊക്കിന്നൊക്കെ വരും, ചിലപ്പോൾ ചെറുതായി മേലൊക്കെ വേനാക്കിന്നും വരും. എന്നാലും ഇജ്ജ് കുറ്റം സമ്മതിക്കരുതേ. കുറ്റം സമ്മതിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിടും. എന്തൊക്കെ സംഭവിച്ചാലും 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഗ്രാമത്തിലിറക്കും. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി ഇബ്രാഹിം. ഈ കുറ്റിക്കാട്ടിൽ വെള്ളവുമില്ല ഭക്ഷണമില്ല, ആകെ കുടുങ്ങിയത്. അല്ലോ, ഹലോ. അന്നെ ഇവിടെ കൊണ്ടേ കുച്ചിട്ടൊക്കെ സുക്കൂറേ. അന്നോട് രാവിലെ ഞാൻ പറഞ്ഞിനി ആ വളത്തിന്റെ ചാക്കറ്റ് വാഴത്തോടത്തേക്ക് വരാൻ പറഞ്ഞു എന്നോട്. ഇത് സുക്കൂറല്ല. സുക്കൂറല്ലേ? സുക്കൂറിന്റെ മോൾക്കെല്ലാം വിളിച്ച് വിരജതാ നമുക്കേ. ഇത് കുഞ്ഞുട്ടിയാ. കുഞ്ഞുട്ടിയോ? എന്നാ മോനെ സുക്കൂറിന്റെ അടുത്താ. താരാ? ഇത് പുളിമുട്ടിലെ കുട്ടിയാലി. കുട്ടിയിലൊക്കെ എന്തേ? തെളിവിന് ആധാർ കാർഡ് ഹാജരാക്കണോ? അത് നമ്മൾ മരിച്ചില്ലേ? മരിച്ചേ? ഞാനോ? ഇജെന്താ തലിയും വാതിലും ഇല്ലാത്ത വർത്താനം പറയുന്നത്? കഞ്ചാവ് അടിച്ചു. കുട്ടിയിലേക്ക് സത്യം പറയും. ഇത് നിങ്ങൾ തന്നെയാണോ? അതോ കുട്ടിയിലേക്കൻ്റെ സൗണ്ടിൽ വേറെ ആരോ മിമിക്രി കേൾക്കാണോ? മിമിക്രി കളിച്ചേ? എത്താമോ എന്താ ജീ പറയുന്നത്? ഇന്നലെ നമ്മൾ തോണി പോയി മീൻ പിടിച്ചിട്ട് പോകുന്നത്. ഇങ്ങോട്ട് ഞാൻ മരിച്ച അറിയില്ലേ? എന്നാ കുട്ടിയിലേക്കാ ഒരു കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നാട്ടുകാരെ കണക്കിലേ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലായി വൈന്നാലേ റാജിയോൻ. ഞാൻ വെള്ളത്തിൽ മുങ്ങി വെച്ചിട്ട് ഞാൻ തന്നെ അറിഞ്ഞില്ലേ? വല്ലാത്തൊരു മരിപ്പ് തന്നെ. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച് ചേർത്ത് പൊന്തി കിടക്കുന്ന വീഡിയോ എൻ്റെ മൊബൈലിൽ ഞാൻ കണ്ടതാ. ആ, ഇപ്പം മനസ്സിലായി. അന്റെ കുരുത്തം കെട്ട 2 ചങ്ങായിമാരുണ്ടല്ലോ, അബ്ദു സൈനുദ്ദീനും. ഓരൊപ്പിച്ച പണിയാണിത്. ഓര് ഇന്നലെ എന്നോട് ചെയ്ത പണി എന്താണെന്ന് അറിയാൻ എനിക്ക്? ഇജ്ജ് പോയി ചോദിക്ക്. അള്ളാ, ആ കീറാലെ കാക്കാരോട് ഞാൻ പോയി ചോദിക്കൂല. നിങ്ങൾ തന്നെ പോയി ചോദിച്ചോളി. എന്താക്കാ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് എനക്കെന്തേ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പല സ്ഥലത്തും ഇരിക്കും, അതിന്റെ ഇഷ്ടമാണ്. ഒരു തൊയിലും തരൂല ചാല്. അല്ല, ഇവിടൊക്കെ മീൻ കിട്ടും. ഇതൊക്കെ കുളിക്കുന്ന സ്ഥലല്ലേ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചാ. മീൻ കിട്ടാതെ ഇവിടെ ഒന്നു തീർക്കാൻ എനിക്ക് വിരാന്തൊന്നുമില്ലല്ലോ. ഇതാ അങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പൊത്തുനിന്ന് 4.5 കിലോ അല്ല മലിഞ്ഞിനെയാണ് ഇന്നലെ ഞാൻ പിടിച്ചത്. ഇന്ന് ഞാനവിടെ ചൂണ്ടലിട്ട് വെച്ചിന്. എനിക്ക് സംശയം ഇവിടെ ഇരിക്ക്. ഞാൻ പോയിപ്പോ പിടിച്ചോന്ന് കാണിച്ചു തരാം. മീൻപിടുത്തത്തിന്റെ കാര്യത്തിലേ കാക്കാനെ വെല്ലാൻ ഈ നാട്ടിൽ ആരുമില്ല. അത് എനിക്കറിയാം. അതിന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അല്ല അക്കാ, നിങ്ങൾ കുറേ നേരം വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്നു കേട്ടിണല്ലോ. ശരിയാണ്? എന്ത് ചോദ്യാണ് ഇതിവിടെ ആർക്കാ അറിയാത്ത? ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് വിശ്വാസമില്ല. കാണണം എനിക്ക്? ആ. കാണണോ? എന്നാ ഒന്ന് മുങ്ങി. ഞാൻ മുങ്ങാൻ പോവാണ്. ആ. എനിക്ക് എന്നാ ചെയ്യാൻ എണ്ണിക്കോ. ഓക്കെ. എണ്ണിക്കോ.
എത്രയായി? പോയോ? ആ രണ്ടാം മക്കളെ തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുക്കുന്നത്. ഓലെന്റെ കൈ കിട്ടിയെങ്കിൽ അടിച്ചിട്ട് രണ്ടിന് കണ്ണി ഞാൻ കലക്കും. ആ വിവരപ്പം തന്നെ ഓലോട് പറഞ്ഞാളാ. നിങ്ങൾ ഓലെ കണ്ണ് കലക്കുക പൊളിക്കുക എന്തെങ്കിലും ചെയ്തോളി. നിങ്ങൾക്ക് വേറെ 4 എണ്ണത്തിന്റെ കണ്ണ് കലക്കാണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് വേറെ പണിയുള്ളൂ. ഏതായാലും പഠിച്ച തമ്പുരാനെ ഒരു ജീവൻ തിരിച്ചു കിട്ടി. അല്ല, നമ്മളെ പ്ലാനൊക്കെ എന്തായി? കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മോശമാക്കാൻ പറ്റില്ലല്ലോ. ഒട്ടും മോശമാവരുതിട്ടാ, അതിനാണ് ഈ കളിയൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ കൊടുത്ത ഡോസ് കുറച്ച് കൂടി പോയിണ്. കുഞ്ഞുട്ടി വൈകുന്നേരം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് മുമ്പേ നോ തട്ടി പോവും. അമ്മാതിരി പേടിയാകും പേടിച്ച്. പേടിക്കണം, നല്ല പേടിക്കണം. ആൾക്കാരെ വട്ടം കറക്കണ പണി ഇഞ്ഞു കുഞ്ഞുട്ടിരിക്കരുത്. നമ്മളെ സുക്കൂർ അപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടത്. ഒരു അൽഫാമും മന്തിയും കേട്ടപ്പോഴേ ഓൻ തലാടി വെച്ചു കൊടുത്ത് ജീവൻ തിരിച്ചിട്ടിയാ മതി നിങ്ങളോടത്ത് എത്തിയുടെ. തരികട കളിക്കാറ് ഷുക്കൂർ പെടുക്കരാ, പണി പാടാതെ നോക്കണട്ടാ. അഥവാ കല്ല് പൊളിഞ്ഞാല് ഞങ്ങളെ പേര് പറയരുതേ. ചങ്ങായിമാരെ, നമ്മളെല്ലാ കള്ളിയും പൊളിഞ്ഞ് കുഞ്ഞുട്ടിയൊക്കെ കരിമൂർക്കാൻ വരുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് കള്ളി പുറത്തായോ? എങ്ങനെ? എങ്ങനെയാന്ന് പറയാൻ നിന്നാല് എന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. ഞാൻ തടി വെക്കും. ഇജിപ്പോ എന്താ ഗൾഫ് പോണേ? ഇൻഷാല്ല ഒരാഴ്ച കൂടി കഴിഞ്ഞു. അജി പോകുമ്പോ ഇത് പറയണ്ട്. എന്തിയെ? ചെറിയൊരു സാധനം കൊണ്ടുപോകണ്ട്. ഇൻഷാല്ല. ഇത് പറയാൻ നമ്മളെ കുഞ്ഞിട്ടാണല്ലോ. സ്പീക്കറിലിട്. ആ കുഞ്ഞിട്ടി പറയ്. കള്ള ഹാംകളെ, തോന്നിയാസിനൊക്കെ ഒരു അതിര് വേണം. ഒരു മനുഷ്യനെ അങ്ങോട്ട് പറ്റിക്ക. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ കുഞ്ഞുട്ടിയല്ലടാ. ആ നല്ല പേടിച്ചിടല്ലേ? ഒലക്കന്റെ മൂടാ. പേടിക്കാനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളിട്ടാ. ഞാൻ ആ വാർത്ത കേട്ടപ്പോ തന്നെ അങ്ങാടി കൂടിയെ കറങ്ങിയിനി. ഓർന്ന് കുഞ്ഞുട്ടിയെ, ഈ എല്ലാരും ഇങ്ങനെ പറ്റിച്ച് പോസ്റ്റ് ആക്കണല്ലേ, ഇതെനക്കൊരു തുടക്കം മാത്രാണ്. ഇനി ആരെങ്കിലും പറ്റിച്ചത് കേട്ടാലേ ഇതിലും വലുതാണ് എനിക്ക് വരാൻ കിടക്കുന്നത്. ഇതെനിക്ക് ലാസ്റ്റ് മരുന്നാണ്. ആയിക്കോട്ടെ ചങ്ങായിമാരെ, നിങ്ങൾക്കുള്ള പണി വേറെ വരുന്നുണ്ട്. ആ കീറാല കാക്കല്ലേ കുട്ടിയാലിയാക്ക, മൂപ്പര് നിങ്ങളെ രണ്ടാളി തെരഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ നല്ലോണം ഒന്ന് കത്തിച്ച് വിട്ടിട്ടുണ്ട്. മൂപ്പരെ ഞാൻ മറന്നാലും ഞാൻ അങ്ങനെ ഓർമ്മാക്കി കൊണ്ടിരിക്കും. എടാ, ഇതിപ്പോ അതിലും വലിയ പുലിവാലാവോ? ആ കാക്ക നമ്മളെ എന്തായാലും തെരഞ്ഞെടുക്കണ്ടെന്ന്. അപ്പൊ ഒരാഴ്ച ഞാൻ മൂപ്പരെ മുങ്ങി നടക്കേണ്ടി വരും. ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്കാണ്ട് രക്ഷപ്പെടാ. ഞാനെന്താ കാട്ടുക? ആ കാക്കൊരു കീറാലേടാ. അപ്പൊ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കേണ്ടി വരും. ഇജ്ജ് എങ്ങട്ടാ? ഞാൻ വീട്ടിക്ക്. എന്ത് വീട്ടിക്ക്? ഇറങ്ങ. ഒരു മനുഷ്യനെ ഇക്കോലത്തിൽ പേടിപ്പിക്കരുത്. ഒന്നുമില്ലെങ്കിലും എന്റെ പ്രായത്തിനൊന്നും മാനിക്കണ്ട. ഈ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലല്ലോ ജി. എന്താ കുഞ്ഞുട്ടിയാക്ക, നിങ്ങൾ അതൊക്കെ ഒരു തമാശാക്കി എടുക്കേ. അങ്ങനെ തമാശയാക്കി എടുക്കൂല. ഈ സ്ഥലം വിടാൻ നോക്കട്ടാ. പക്ഷെ എന്താണ്, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്റെ ഫോൺ ഇങ്ങോട്ട് തരി, ഞാൻ നടന്നു പോയിക്കോളാം. എന്റെ ഫോൺ ഇനി തരുന്നില്ല. ആ ഫോണിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ചു കണ്ടട്ടാ. പക്ഷെ എന്താണ്, എന്റെ ഫോണ് കേറ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ എന്റെ ചങ്കല്ലേ. സോപ്പ് ഇടൊന്നും വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് വാങ്ങിയുണ്ടോ? എന്നാ നിങ്ങൾ നേരെ ഹോട്ടലിൽ ഇട്ടോളി, നമുക്ക് അൽഫാമും മന്തി അടിക്കാം.